നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്തും ആഗ്രഹത്തിൻ്റെ പുറത്തും ഒക്കെ അല്ലേ ജീവിക്കുന്നത് അല്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഇന്നതാവണം, അത് നേടണം, ഇത് വാങ്ങണം, അത് നേടണം എന്നൊക്കെ. അപ്പം എത്ര പേർക്ക് പറ്റാറുണ്ട്? വളരെ ചുരുക്കം പേർക്കേ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം അംഗീകരിക്കുന്നവർ അംഗീകരിക്കുക, തള്ളുന്നവർ തള്ളുക. ഓക്കെ. നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അല്ലാത്ത ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും എന്താണെങ്കിലും സ്പിരിച്വാലിറ്റിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും അത് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ നിങ്ങൾ മുന്നിലേക്ക് എത്തും. പക്ഷെ എത്തിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവാതെ പോവുകയാണ്, നിങ്ങൾ അവഗണിക്കുകയാണ്, ശ്രദ്ധിക്കപ്പെടാതെ പോകണം. കാരണം ഇതിന് യോഗ്യത അല്ലെങ്കിൽ അർഹനായവർക്ക് മാത്രമേ, അർഹതയുള്ളവർക്ക് മാത്രമേ, അവരുടെ മുന്നിലേക്ക് മാത്രമേ ഇത് വരുള്ളൂ. കേൾവിക്കാരനെന്ന നിലയിലും കാഴ്ചക്കാരനെന്ന നിലയിലും നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നമുക്കതിനൊരു അർഹത കൂടി വേണം എന്ന് മനസ്സിലാക്കുക. അല്ലാതെയുള്ള ആളുകൾക്കാണിത് ക്രിട്ടിസൈസ് ചെയ്ത് അവർ നെഗറ്റീവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുന്നില്ലേ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഓരോ ജന്മത്തിൽ ഇന്നത് വേണം, ഇന്നത് അവർ നേടണം എന്ന് ഒരു ജന്മസാഫല്യം എന്നൊക്കെ പറയാം, ഒരു നിയോഗം അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ. ഓക്കെ, ഫൈൻ. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്കതൊക്കെ നേടിയെടുക്കണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അതിലേക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? പ്രധാന കാരണം അവനവനെക്കുറിച്ച് തന്നെയുള്ള സംശയങ്ങളാണ്. അതാണ് നമ്മളെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്. പെട്ടെന്നൊരു ദിവസത്തിൽ വന്നതാണ് ഈ സംശയങ്ങൾ. ഇതിങ്ങനെ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, പലരും പറഞ്ഞു കേട്ടും നമ്മളെക്കുറിച്ച് പറഞ്ഞത് കേട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സത് വിശ്വസിച്ചു. പണ്ട് ആരുടെയോ ചിന്തകളായിരുന്ന അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, അവരുടെ ചിന്തകളിൽ നിന്നും വന്ന ആ ഒരു ഫീലിങ്സും ആ ചിന്തയും നമ്മളിലേക്ക് നിരന്തരം നിക്ഷേപിച്ചിട്ട് നമ്മളെ ബ്രെയിൻ അത് അറിയാതെ കോപ്പി ചെയ്തു, അത് അവിടെ പതിച്ചു വെച്ചു. ഇപ്പം അവിടെ ഒരു ബ്ലോക്കായി കിടക്കുകയാണ്, മാറ്റാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഇതിനെ ആദ്യം മാറ്റണം. ഇവിടെയാണ് മൈൻഡ് റീപ്രോഗ്രാമിൻ്റെ ആവശ്യകത വരുന്നത്. ഇപ്പം 1-2 എന്താണ് 21 ദിവസത്തെ കണക്ക് പറയുന്നത്? 1-2 ദിവസം അല്ലല്ലോ. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, 21 ദിവസത്തെ കണക്ക് ഞാൻ പറയുന്നുണ്ട്. എന്താ? നമ്മുടെ മനസ്സിലാക്കിക്കോളൂ, നമ്മൾ മനുഷ്യ മസ്തിഷ്കത്തിന് അഥവാ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിന് ഏതൊരു കാര്യവും ഹാബിറ്റായിട്ട്, ഒരു ശീലമായിട്ട് വരണമെങ്കിൽ മിനിമം കുറഞ്ഞത് 21 ദിവസമെങ്കിലും വേണം. ആ ശീലങ്ങളാണ് ക്രമേണ നമ്മളുടെ വിശ്വാസങ്ങളായിട്ട് വരുന്നത്, നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് 21 ദിവസം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. ഓക്കെ. അപ്പോൾ പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന കാര്യത്തിൽ നമ്മൾ വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എഴുതി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ ക്ലാരിറ്റി നമുക്ക് വേണം, കൃത്യത വേണം നമുക്ക്. ഈ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഇല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനുഷ്യൻ്റെ മനസ്സിനെ കുരങ്ങിനോടാണ് ഉപമിക്കുന്നത്. എന്താ കാരണം? ഒരു സമയത്ത് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക്, അവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല, പിന്നെ അടുത്ത മരത്തിലേക്ക്. ഇങ്ങനെയാണ് നമ്മളെ ചിന്തകൾ പോകുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാറ് മേടിക്കണം. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. അവിടെ ഒരു സ്ഥിരതയില്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല. മനസ്സിലായില്ലേ? 2, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. എത്ര പേർക്കിത്
സാധിക്കുന്നില്ല. പലർക്കും ഈ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് സാധിക്കാത്തത്. നിങ്ങൾക്ക് വേണ്ടതെന്തോ അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഫീലിങ്സ് കൊടുക്കണം. കുറച്ച് പാടാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. പ്രാക്ടീസ്, നിത്യാഭ്യാസി ആനയെ എടുക്കുന്നല്ലേ. അപ്പം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതിനാണ് നമ്മൾ 21 ദിവസത്തെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒപ്പം ദൃശ്യവൽക്കരണം കൂടെ ചെയ്തിട്ട് ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. നമ്മൾ 5 സെൻസും അത് ഇൻക്ലൂഡ് ആവണം, അതിൽ ഉൾപ്പെടണം. അപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഇപ്പോൾ ഒരു കോടി കിട്ടി എന്ന് ഞാനിപ്പോൾ ഫീൽ ചെയ്യുമ്പം നിങ്ങളെ മനസ്സിനറിയില്ല അത് ഇപ്പോൾ ഉള്ളതാണോ അതോ വരാനുള്ളതാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നിരന്തരം നിങ്ങൾ ആവർത്തിച്ച് ഫീലിങ്സോട് കൂടി കൊടുക്കുന്നൊരു കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ പെട്ടെന്ന് കോപ്പി ചെയ്യും. എന്നിട്ട് അതുമായിട്ട് തന്നെ സമാനമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. ദാറ്റ് മീൻസ് അത് സംഭവിക്കും എന്നാണ് അർത്ഥം. ഏതൊക്കെ രീതിയിലാണെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിലൂടെയോ ഏതൊക്കെ വ്യക്തികളിലൂടെയോ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളിലേക്കത് വരും. അപ്പോൾ ഫീൽ ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. ഓക്കെ, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. അപ്പോൾ എന്താണ് ഈ സീക്രട്ട്? ഇത് തന്നെയാണ്. ഫീലിങ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ആഴത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഉപബോധ മനസ്സ് എന്ത് ചെയ്യും? കോപ്പി ചെയ്യുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ മനസ്സിലൊരായിരം നെഗറ്റിവിറ്റി കിടക്കുന്നവർക്ക് ഇത് സാധിക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പാസ്റ്റ് ട്രോമാസ്, അങ്ങനെ പലരും ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റിലാണ്. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അതേ കാര്യങ്ങളിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് പലരും. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവരത് പറഞ്ഞു, ഇത് പറഞ്ഞു, എനിക്ക് അപ്പോൾ അങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളെ സ്വയം എന്ത് ചെയ്യാം? കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റണം. അതൊക്കെ മനസ്സാതെ ഞാൻ പറഞ്ഞു, നമ്മൾ മൈൻഡ് ക്ലിയർ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്തും സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. ഈ ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രസൻറ്റിൽ സംഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതയും നെഗറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പം നമ്മൾ 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൽ പങ്കെടുത്ത ആളുകൾ ഇത് കാണുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം. 1-2 ദിവസം നിങ്ങൾക്കത് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ മനസ്സ് റീപ്രോഗ്രാമാണ് ചെയ്യുന്നത്. മനസ്സിലെ നെഗറ്റിവിറ്റി, മനസ്സിലെ വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, കുശുമ്പ് ഇതൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും. ഇത് ഒഴിഞ്ഞു പോകുമ്പോഴെന്താണ് സംഭവിക്കുക? നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നല്ല വൈബ്രേഷൻ, നല്ലൊരു ഹൈ ഫ്രീക്വൻസി വരും. അപ്പം ഇത് ഹൈനെ തന്നെ മാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനോട് സമാനമായിട്ടുള്ള നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരും. മനസ്സിലായില്ല? അപ്പോൾ ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിപ്പോൾ നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഉള്ളതായിട്ട് നടിക്കുക, ഫീലിങ്സ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യും. 1 മാസം, ഒരു ദിവസം പോലും മിസ്സാക്കരുതെന്നേ ഞാൻ പറയും. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രാക്ടീസെങ്കിൽ നിങ്ങൾ കൊടുക്കണം. എന്നിട്ടാ പിന്നെ ആക്ഷൻ വരുന്നത്. ആക്ഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ ആക്ഷൻ. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, കർമ്മം നമ്മൾ ചെയ്യണമല്ലോ. അതിനല്ലേ നമ്മൾ ഈ ഒരു മനുഷ്യജന്മം എടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്, കർമ്മം ചെയ്യുക. അപ്പം ഈ വക കാര്യങ്ങൾ, ഈ ഫീലിങ്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ യൂട്യൂബിൻ്റെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാനതിന് റീപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നിയ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഞാൻ വലിയ വാക്കുകളോ കാര്യങ്ങളോ തിയറികളോ ഒന്നും നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കതിനനുസരിച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഒരിക്കൽ കൂടെ നമ്മുടെ 21 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാം പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താൽ മതി. കാര്യങ്ങളൊക്കെ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ്, ഫീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് അനന്തമായ സാധ്യതകളും ശക്തികളും പേറിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ അനന്തമായ ശക്തി, അതിനെ വേണ്ട രീതിയിൽ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിനകത്ത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി
ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. കൂടാതെ പ്രധാനപ്പെട്ട ടോപ്പിക്, ഇപ്പം തന്നെ നിങ്ങൾ ഞാനീ പറയുന്ന ഒരു എഫർമേഷൻ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഐ ആം ഫീലിംഗ് വെരി വെൽ. അതായത് നിങ്ങൾക്ക് ഇപ്പം എന്താ അനുഭവപ്പെടുന്നത്, നിങ്ങളത് മനസ്സിലേക്ക് കൊടുക്കുക. എപ്പോഴും എനിക്കെന്താണ് ഫീൽ, ഞാൻ എപ്പോഴും സന്തോഷമുള്ളവളാണ്, എനിക്ക് അനുഭവപ്പെടുന്നു, ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്, എനിക്കത് അനുഭവപ്പെടുന്നു, താങ്ക് യു. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾ പോസിറ്റീവായിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ഫീലിങ്സ് ഉള്ളിലേക്ക് എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.